അപ്പൊ ഇതാണ് ആ പാലത്തിനടിയിലുള്ള ചായക്കട അല്ലേ? അതെ, പ്രേമത്തിൽ കാണിച്ചോണ്ടിരുന്നത്. പ്രേമത്തിൽ അവരുടെ ആ ഒരു വൈബ് കേന്ദ്രം. പാലം കഴിഞ്ഞ ഗോബൂസ് ആണ്. ആദ്യം ആ സിനിമയില് നിവിൻ പോളിയുടെ വീടാ കാണിക്കുന്നത്, ജോർജിന്റെ. അത് കഴിഞ്ഞ് പിന്നീട് വരുന്നത് ഗോബൂസ് ചായക്കടയിലാണ്. അപ്പൊ ഇതുവഴിയായിരിക്കും മേരി ട്യൂഷൻ സെന്ററിലേക്ക് പോയത്. ഈ പടികളിലൂടെയാണ് മേരി ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്നത്, ഇറങ്ങുന്നത്. അവർ ഇരുന്ന് വായി നോക്കുന്നത് ഇവിടെ. പക്ഷെ ഇത് സെറ്റ് ആയിരുന്നു മൊത്തം. ഇവിടെ ഒരു കോളിംഗ് ബൂത്ത് ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ സെറ്റ് ആയിരുന്നു. എല്ലാം സെറ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇത് കണ്ടാൽ മനസ്സിലാവില്ലല്ലേ ശരിക്കും. തീർച്ചയായിട്ടും. കാരണം ഇതിപ്പോ എന്തോ ഫാബ്രിക്കേഷൻ ഫാബ്രിക്കേഷൻ കട. ആ ചേട്ടനോട് ഞാൻ സംസാരിച്ചായിരുന്നു നേരത്തെ. അപ്പൊ അവര് 5 ദിവസത്തേക്ക് എന്തോ ഷൂട്ടിന് കൊടുത്തായിരുന്നു. 5 ദിവസം കൊണ്ടാണ് അതെല്ലാം ഷൂട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞു. പക്ഷെ കണ്ട ഇപ്പൊ മനസ്സിലാവില്ല. ഈ ഓട് മാത്രം ഒരു പഴമയുണ്ട്, ബാക്കിയൊക്കെ ഭയങ്കര ഹൈടെക് ആയിപ്പോയി. അത് കാണുമ്പോ ഒരു വലിയ കടയുമായിരുന്നു. അതെ, അത് കാണുമ്പോൾ വലിയ കടയായിരുന്നു. എനിക്കൊന്ന് അതിനകത്ത് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ഭയങ്കര ഫേമസ് ആയിരുന്നു. ഈ പലചരക്കല്ല, ഈ സ്നാക്സ് സാധനങ്ങൾ ഇട്ട് വെച്ചിരുന്ന ഓരോ ഡബ്ബകളുണ്ട്. അപ്പൊ അതിലെ കൂടെ ഭയങ്കര സൂം ചെയ്ത് കുറെ സീനുകളുണ്ട്. എല്ലാം കാണിക്കും. എന്നിട്ട് മേരി പറയുന്ന വെറുതെ ഓരോന്ന് വെച്ചിട്ട് മനുഷ്യനെ കൊതിപ്പിക്കാൻ. നാരങ്ങ മിഠായാണ് മേടിക്കുന്നത്. നാരങ്ങ മിഠായി ഉണ്ട്, പിന്നെ മറ്റേ ജീരക മിഠായി പോലത്തെ ഉണ്ട്. അപ്പൊ ഇവര് 3 പേരും കൂടെ ഇവിടെ വന്ന് വായി നോക്കാനായിട്ട് വന്നിരിക്കുന്ന സമയത്ത് ഇവര് നാരങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ആ ചേട്ടൻ ചോദിക്കും കസ്കസ് ഇടണമെന്ന്. അപ്പൊ ഇവര് അത്ഭുതത്തോടെ കസ്കസോ, അതെന്താ സാധനം? കസ്കസ് ഇല്ലേ ഉണ്ടല്ലോ, വേണോ എന്നാ ഇട്ടോളാൻ പറയും. അപ്പൊ നമുക്കും ഒരു കൗതുകം. എനിക്കും നമ്മൾ ആദ്യമായിട്ടൊക്കെ ആയിട്ട് നമുക്ക് കേൾക്കുന്നത് കസ്കസിന്റെ പരിപാടി. അങ്ങനെ അത് അവർ പിന്നെ ആവശ്യത്തിന് അപ്പൊ ഇതാണോ കസ്കസ് എന്ന് പറഞ്ഞ് പിന്നെ നല്ലപോലെ വാങ്ങിച്ചു നാരങ്ങളും അടിക്കും. അപ്പൊ ആ രംഗം എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന ഈ സ്ഥലത്താണ്.